നമസ്കാരം. ചരിത്ര നീക്കത്തിൽ ബി ജെ പി വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം പിടിച്ചുവെങ്കിൽ അടുത്ത ലക്ഷ്യം ബി ജെ പിയുടെ കണ്ണുകൾ ചെന്ന് നിൽക്കുന്നത് ബംഗാളിലാണ്, അതായത് പശ്ചിമ ബംഗാളിലാണ്. ദീദി എന്ന നിലയിൽ ബംഗാളിൽ മുഖ്യമന്ത്രിയെ വേരോടെ പിഴുതുമാറ്റാനാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി അടുത്ത തന്ത്രങ്ങൾ ബി ജെ പിയുടെ കേന്ദ്ര ഘടകം തന്നെ ഒരുക്കുകയാണ് തിരക്കഥകൾ. ബംഗാളിൽ RG കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ അതിദാരുണമായി കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമ ബംഗാളിൽ മമതയുടെ സർക്കാർ പൂർണ്ണമായും പരാജയത്തിലാണെന്നും മമതയ്ക്കെതിരെ ജനരോക്ഷം ആർത്തിരമ്പിയത്. ജനങ്ങൾ തന്നെ തുറന്നു പറയുകയാണ് മമത പൂർണ്ണ തോൽവിയാണെന്ന്. കൂടാതെ സ്ത്രീകളടക്കം രംഗത്ത് വന്ന് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് സ്ത്രീകളെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നുവെന്ന ഞെട്ടലോടെ ആ ഒരു വെളിപ്പെടുത്തൽ രാജ്യം കേട്ടതാണ്. കൂടാതെ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് അടക്കം നിർണായകമായ നീക്കങ്ങൾ കൈക്കൊണ്ടതോടെയാണ് ബംഗാൾ ജനതയ്ക്ക് ഗവർണറുടെ നടപടിയിൽ വിശ്വാസമുണ്ടായത്. ഗവർണർ ആനന്ദ ബോസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാജ്ഭവന്റെ വാതിലുകൾ ഞാൻ നിങ്ങൾക്കായി തുറന്നിടുന്നു. ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും നിങ്ങൾക്ക് സഹായമാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് ഗവർണറുടെ ആ ഒരൊറ്റ വാക്ക് പശ്ചിമ ബംഗാളിൽ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടു ആ വിശ്വാസം. കൂടാതെ 24 മണിക്കൂർ ഇടപെട്ട് ആനന്ദ ബോസ് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്ന ഓരോ റിപ്പോർട്ടുകളും രാജ്ഭവൻ അയക്കുന്നുണ്ടായിരുന്നു. നിലവിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി BJP നേതാവ് സുവേന്ദു രംഗത്തെത്തിയിരിക്കുകയാണ്. അടുത്ത ഇരയെ BJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മമതാ ബാനർജിയാണ് BJPയുടെ അടുത്ത ഉന്നം. കേരളവും UPയും അടക്കം രാജ്യവ്യാപകമായി BJP കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ദില്ലിയിൽ വലവന്നപ്പോൾ നുണകളുടെയും കൊള്ളയുടെയും കോട്ടകൾ ജനം അടിച്ചു തകർത്ത ദേശീയവാദികളിൽ വിശ്വാസമർപ്പിച്ചുവെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വ്യക്തമായ വാക്കുകളാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയത്. ഞങ്ങൾ ഡൽഹി വിജയിച്ചു. 2026 ബംഗാളിന്റെ ഊഴമാണെന്ന് പ്രഖ്യാപിച്ച് ബംഗാൾ BJP നേതാവ് സുവേന്ദു അധികാരി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങളാണ് അടുത്തതെന്ന് അദ്ദേഹം മമതാ ബാനർജിക്കെതിരെ രംഗത്ത് വന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ പാർട്ടിയുടെ ശ്രദ്ധേയമായ വിജയത്താൽ കേരളം അടക്കം എല്ലാ സംസ്ഥാനത്തും BJPക്ക് പുതിയ ഊർജം ലഭിച്ചു. ദില്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. രാജ്യ തലസ്ഥാനമായതിനാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഇന്ത്യയിൽ ആകമാനം ആഘോഷിക്കപ്പെടുന്നു. മാത്രമല്ല, രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിൽ എത്തിയതോടെ അന്തർദേശീയ തലത്തിലും BJP മുഖം മിനുക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് ലക്ഷക്കണക്കിന് BJP പ്രവർത്തകരാണ് സജീവമായി ഉള്ളത്. യൂറോപ്പിലും ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങൾ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മറ്റൊരു ലോക നേതാവിനും ഇത്രമാത്രം ആവേശകരമായ സ്വീകരണം രാജ്യത്തിന് പുറത്ത് ഇതുവരെ ലഭിക്കുകയോ തെളിയിക്കുകയോ ചെയ്യുവാനായിട്ടില്ല. ദേശീയ തലസ്ഥാനത്തെ 70 നിയമസഭാ സീറ്റുകളിൽ 48 BJP നേടി. ആം ആദ്മി പാർട്ടിയെ 22 കുറച്ചു. ഹാട്രിക് പൂജ്യങ്ങൾ നേടി കോൺഗ്രസ് വീണ്ടും 3ാം സ്ഥാനത്തേക്കാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സൗരവ് ഭരദ്വാജ് എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത ആം ആദ്മി നേതാക്കൾ അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് പരാജയപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രി അതീഷിയാണ് വിജയിച്ചത് ആം ആദ്മിയിൽ നിന്നും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.